എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് ആ കിളിക്കൂട് വേണം. ബെസ്റ്റ്. എന്നിട്ട് വേണം അമ്മക്കിൽ വന്ന് എന്നെ കൊത്താൻ. എനിക്കതിപ്പം വേണം. ഒരു പണി, ഇനി രണ്ടുപേരും പോയി കുളിച്ചിട്ട് ഞാൻ അപ്പോഴേക്കും അത് എടുത്ത് വെച്ചേ. ഓടിപ്പോ ഓടിപ്പോ. ഇന്ന് നമുക്ക് കിളിക്കൂട് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ചിക്കൻ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. കിളിക്കൂടിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, കാടമുട്ട പുഴുങ്ങിയത്, വെർമസലി, കോഴിമുട്ട ആവശ്യത്തിന്. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. അത് ഒരു മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് മാറ്റി വയ്ക്കാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിൽ പച്ചമുളക് ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. പുറകെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കറിവേപ്പില ഇട്ട് വീണ്ടും നന്നായി വഴറ്റിയെടുക്കുക. സവാളയുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് മല്ലിയിലയും ഇട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം പിടിച്ചു കഴിയുമ്പോൾ അതിലേക്ക് പൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ വരാനായി ബെൽ ബട്ടൺ അമർത്തണേ. കോഴിമുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കുക. മുട്ടയുടെ മഞ്ഞ ആവശ്യത്തിനെടുത്ത് വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒരു പാനിലേക്കിട്ട് അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സ് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. മുട്ടയുടെ വെള്ള നന്നായി ബീറ്റ് ചെയ്ത് വയ്ക്കാം. കയ്യിൽ അല്പം കുക്കിംഗ് ഓയിൽ തേച്ചിട്ട് ചിക്കൻ മിക്സിൽ നിന്നും ആവശ്യത്തിന് എടുത്ത് അവരവരുടെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഷേപ്പാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സ് എടുത്ത് ബീറ്റ് ചെയ്ത് എഗ് വൈറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെർമസലി കൊണ്ട് കവർ ചെയ്ത് എടുക്കാം. ഒരു തവയിലേക്ക് എണ്ണയൊഴിച്ച് ചൂടാക്കുക. എണ്ണയിലിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കുക. നമ്മുടെ കിളിക്കൂടിൻ്റെ കൂട് റെഡിയായിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഇതേ ചിക്കൻ മിക്സ് വെച്ച് നമുക്ക് കട്ട്ലേറ്റും ഉണ്ടാക്കാം. അതിനായി ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയ ചിക്കൻ മിക്സ് എഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്ത് വറുത്തെടുക്കുക. ബ്രെഡ് ക്രംസ് പ്രിപ്പയർ ചെയ്യാനുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കിളിക്കൂടിനായി റെഡിയാക്കിയിരിക്കുന്ന കൂട്ടിലേക്ക് മല്ലിയിലയും പുഴുങ്ങിയ കാടമുട്ടയും വെച്ച് അതൊരു കിളിക്കൂടാക്കി മാറ്റാം. കാടമുട്ട ഇല്ലെങ്കിൽ കോഴിമുട്ട മുറിച്ച് വെക്കാവുന്നതാണ്. നമ്മുടെ കിളിക്കൂട് റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഒരു ഡിഷാണ്. Wow, that's amazing. Really super. Wonderful. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.